എനിക്ക് അടുത്ത ഡിബേറ്റിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒരു മിനിറ്റ് ആ പദ്ധതികളൊന്ന് വേഗത്തിൽ വായിച്ചാൽ ശ്രീ ജയപ്രസാദിലേക്ക് പോയി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലേ, ബി ജെ പിക്ക് കൃത്യമായി പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ബി ജെ പി വർഗീയതയാണ്, വികസനമില്ല, ബൈബിൾ, ഖുറാൻ അതെല്ലാം ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ നോർത്ത് ഈസ്റ്റിൽ ഒരു റെയിൽവേ ലൈൻ വന്നു. ആ റെയിൽവേൻ്റെ പേര് ഞാൻ വായിക്കാം. ബായറാവി സൈറങ് ലൈൻ എന്നാണ് എൻ്റെ പേര്. സൈറാങ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽവേ ലൈനാണ്. ഭഗവാൻ ശ്രീരാമൻ അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുത്തതുപോലെ ഈ സ്വതന്ത്ര ഭാരതം 75 വർഷം പിന്നിടുമ്പോൾ നോർത്ത് ഈസ്റ്റ് ജനതയ്ക്ക് ആദ്യമായി ആ ഭൂമിയിലൂടെ ഒരു റെയിൽവേ ഓടുകയാണ്. അത് ഈ സെപ്റ്റംബർ 13-ാം തീയതി നരേന്ദ്രമോദിജിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതെങ്ങനെയായി വികസനം സംഭവിക്കുന്നത്? അവിടെ റെയിൽവേ ഉൾപ്പെടെ, റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉൾപ്പെടെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അത് സംഭവിക്കില്ല. ഈ ഇന്ത്യൻ നോർത്ത് ഈസ്റ്റിൽ റെയിൽ സംവിധാനം ഓടില്ല എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് 50 കിലോമീറ്ററോളം നീളത്തിൽ ഇന്ത്യയുടെ റെയിൽ നാഡികളിൽ സ്പർശിക്കുന്ന, കണക്ട് ചെയ്യുന്ന ഈ റെയിൽവേ യാഥാർത്ഥ്യമായത് അസംഭവ്യം എന്ന് പറയുന്നതെല്ലാം സംഭവ്യമാണ്, വികസനമാണെന്ന് പറയാൻ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ള ഒരു നേതൃത്വം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തുള്ളത് കൊണ്ടാണ്. ആ നേതൃത്വത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ ഈ 9-ാം തീയതിയും 11-ാം തീയതിയും വോട്ട് ചെയ്തിട്ടുള്ളത്. ആ ജനവിശ്വാസമാണ് 13-ാം തീയതി കേരളത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ആ 13-ാം തീയതി പ്രതിഫലിക്കുന്ന കേരളത്തിലെ ജനവിശ്വാസമാണ് ഈ 2026 നിയമസഭയിൽ ബി.ജെ.പിക്ക് ഏറ്റവും വലിയ കക്ഷിയായി, ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങുന്ന മുന്നണിയായി NDAക്ക് കേരളത്തിൽ വരാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ മാൻഡേറ്റ് നൽകാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഏറ്റവും ഒടുവിൽ അറിയേണ്ടത്, അങ്ങ് കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഏറ്റവും അവസാനം 6 കോർപ്പറേഷനുകൾ മാത്രം എടുത്താൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു സാധ്യതകളാണ്? ഒന്ന് വേഗത്തിൽ അത് മാത്രം പറഞ്ഞ് നമുക്ക് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. പ്രധാനമായിട്ടും നമ്മൾ 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തെ UPA സംവിധാനം, ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയിൽ വന്ന UPA സംവിധാനം, അതുപോലെയുള്ള നിരവധി സ്ഥാപനം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോൺഗ്രസ് മുന്നണിയും ഇടതു മുന്നണിയും സംയുക്തമായി ഭരിക്കുന്ന നിരവധി മുന്നണികളും കോർപ്പറേഷനും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അതുപോലെ കോർപ്പറേഷനും ബ്ലോക്ക് ലെവലിലും ഉണ്ടാകും. അതുപോലെ തന്നെ ആണ് പ്രധാനമായും നമ്മുടെ കോർപ്പറേഷനിൽ പലതും ഇതായിട്ട് അവരുടെ ബോഡികളായി മാറുന്നൊരവസ്ഥ വരും. അതായത് നമ്മുടെ തിരുവനന്തപുരം, തൃശ്ശൂർ പോലുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ എനിക്ക് യാതൊരു സംശയമില്ല, BJPക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളൊരു തർക്കമില്ല. തൃശ്ശൂരിലും അതുപോലെ തന്നെയാണ്. പക്ഷേ തൃശ്ശൂരിൽ ഞാൻ 100% പറയുന്നില്ല. പക്ഷേ കാരണം ഞാൻ എൻ്റെ പഠനത്തെ ആധികാരികമായി പഠിച്ചത് 2 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ ആ തരത്തിൽ പഠനം നടത്താത്തതുകൊണ്ടാണ്. പക്ഷേ മറ്റു പല മേഖലയിലും കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറുകയും 2026 ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, 2026 കേരളം ഒരു തൂക്ക് നിയമസഭയിലേക്ക് പോകും. അതിന്റെ ഒരു തുടക്കം ഇതിലേക്ക്. അപ്പൊ ഇടത് വലത് മുന്നണികൾ സംയുക്തമായി BJPയെ നേരിടുന്നു. അതായത് വാളയാറിന് ഇപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യം കൂടുതൽ ശക്തമാകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചനമാണ് ശ്രീ ഡോക്ടർ ജയപ്രസാദ് മുന്നോട്ട് വെക്കുന്നത്.